നമ്മളൊരു പുതിയൊരു മൊബൈൽ ഫോൺ വാങ്ങുന്ന സമയത്ത് നമ്മുടെ മൊബൈൽ ഫോൺ നമ്മൾ പ്രധാനമായിട്ടും നോക്കുന്ന 2-3 കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ മൊബൈൽ ഫോണിന്റെ സ്റ്റോറേജ് എത്രയുണ്ടെന്ന്. എന്നാൽ നമ്മുടെ മൊബൈൽ ഫോണിന്റെ സ്റ്റോറേജ് ഒരു വലിയ പ്രശ്നമാണ്. അധിക ആളുകളും നമ്മുടെ വീഡിയോക്കകത്തുള്ള കമന്റ് ബോക്സ് ചോദിക്കുന്നത് മൊബൈൽ ഫോൺ സ്റ്റോറേജ് ഫുൾ ആകുന്നത് തടയാൻ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ മൊബൈൽ ഫോണിന്റെ സ്റ്റോറേജ് പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട്. എന്നാൽ അത്തരത്തിലുള്ള ഒരു വീഡിയോ അല്ല നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. നമ്മുടെ മൊബൈൽ ഫോണിൽ സ്റ്റോറേജ് ഇല്ലാതെ വന്നാൽ നമ്മുടെ മൊബൈൽ ഫോണിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത്. പ്രധാനമായിട്ടും 7 പ്രശ്നങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത്. നമ്മുടെ മൊബൈൽ ഫോൺ കൂടുതൽ സുഗമമായി പ്രവർത്തിക്കുന്നതിന് വേണ്ടി നമ്മുടെ മൊബൈൽ ഫോണിൽ ഒരു 10% നമ്മുടെ മൊബൈൽ ഫോണിന്റെ സ്റ്റോറേജ് ഫ്രീ ആയിരിക്കണം എന്നുള്ള കാര്യമാണ് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത്. അതായത് പല ആളുകളും പറയാറുണ്ട് എൻ്റെ മൊബൈൽ ഫോൺ ഹാങ് ആകുന്നു, അതുപോലെ തന്നെ ആപ്ലിക്കേഷൻസുകൾ ഡൗൺലോഡ് ചെയ്യുന്നില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പറയാറുണ്ട്. ഇതൊക്കെ പ്രധാനമായിട്ട് നമ്മുടെ മൊബൈൽ ഫോണിന്റെ ഈ ഉപയോഗം കൂടുതൽ സുഖകരമാക്കുന്നതിന് വേണ്ടി നമ്മുടെ മൊബൈൽ ഫോണിൽ ഒരു 10% നമുക്ക് നമ്മുടെ മൊബൈൽ ഫോണിന്റെ സ്റ്റോറേജ് ഫ്രീ ആയിരിക്കണം എന്നുള്ള കാര്യം അധികം ആളുകളും ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് നമ്മുടെ മൊബൈൽ ഫോൺ സ്റ്റോറേജ് തീർന്നു കഴിഞ്ഞാൽ, അതായത് നമ്മുടെ മൊബൈൽ ഫോണിന്റെ സ്റ്റോറേജ് ഇല്ലെങ്കിൽ, ഫ്രീ ഇല്ലെങ്കിൽ നമ്മുടെ മൊബൈൽ ഫോണിന് വരാവുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയെന്നാണ് നമ്മൾ നോക്കുന്നത്. അതിൽ ഒന്നാമതായിട്ട് നമ്മൾ പരിശോധിക്കുന്നത് നമ്മുടെ മൊബൈൽ ഫോണിന്റെ സ്റ്റോറേജ് തീർന്നു കഴിഞ്ഞാൽ നമ്മുടെ മൊബൈൽ ഫോണിൽ ഉണ്ടാകുന്ന പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ മൊബൈൽ ഫോണിൽ ലാഗ് വരും എന്നുള്ളതാണ്. നമ്മുടെ മൊബൈൽ ഫോൺ വളരെ സ്ലോ ആയിട്ട് വർക്ക് ചെയ്യുന്നത് കാണാൻ സാധിക്കും. അതൊരു പ്രധാന ഘടകമാണ് നമ്മുടെ മൊബൈൽ ഫോണിന്റെ സ്റ്റോറേജ് ഫ്രീ അല്ലെങ്കിൽ സംഭവിക്കുന്നത്. രണ്ടാമതായിട്ട് നമ്മൾ പരിശോധിക്കുന്നത് ഹാങ് ആണ്. നമ്മുടെ മൊബൈൽ ഫോണൊക്കെ ഹാങ് ആണ്. പല സുഹൃത്തുക്കളും പറയണ എൻ്റെ മൊബൈൽ ഫോൺ ഹാങ് ആണ്, പല സമയത്തും പല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഹാങ് ആകുന്നിടത്ത്. ഇത് പ്രധാനമായിട്ടും അതിനുള്ള കാരണം നിങ്ങളുടെ മൊബൈൽ ഫോണിന്റെ സ്റ്റോറേജ് തീർന്നിട്ടുണ്ട്. അതല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ സ്റ്റോറേജ് ഒരു 10% എങ്കിലും നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഫ്രീ ആയിരിക്കണം എന്നുള്ളത് കൊണ്ട് തന്നെ ആ ഒരു ഫ്രീ സ്റ്റോറേജ് നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഇല്ലാത്തത് കൊണ്ടാണ് ഇത്തരത്തിൽ ലാഗ് വരുന്നതും ഹാങ് ആകുന്നതും ഒക്കെ കാരണമാകുന്നത്. അടുത്തായിട്ട് നമ്മൾ പരിശോധിക്കുന്നത് നമ്മുടെ മൊബൈൽ ഫോണിന്റെ സ്റ്റോറേജ് ഫ്രീ ഇല്ലാതിരുന്നാൽ, അതായത് നമ്മുടെ മൊബൈൽ ഫോണിന്റെ സ്റ്റോറേജ് ഫുൾ ആയി കഴിഞ്ഞാൽ നമ്മുടെ മൊബൈൽ ഫോൺ ഹീറ്റിംഗ് പ്രോബ്ലം വരും എന്നുള്ളതാണ്. നമ്മൾ പല ആളുകളും പറയാറുണ്ട് മൊബൈൽ ഫോൺ ഹീറ്റ് ആകുന്നുണ്ട്, നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചിട്ട് പോലും ഇല്ല, ഇവിടെ ഞാൻ ഫ്രീ ആയിട്ട് തന്നെ മൊബൈൽ ഫോൺ വെച്ചെടുത്തെന്ന് തന്നെ വെറുതെ ഹീറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയാറുണ്ട്. നമ്മുടെ മൊബൈൽ ഫോണിന്റെ സ്റ്റോറേജ് ഇല്ലെങ്കിൽ ഇതൊരു പ്രധാന കാരണമാണ് നമ്മുടെ മൊബൈൽ ഫോൺ ഹീറ്റ് ആകുന്നത്. ഓർക്കുക, മൊബൈൽ ഫോൺ ഹീറ്റ് ആകുന്നതിന് വെറും നിങ്ങളുടെ സ്റ്റോറേജ് ഫ്രീ ആകുന്നത് കൊണ്ട് മാത്രമല്ല, തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുകയും അതുപോലെ തന്നെ നിങ്ങളുടെ മൊബൈൽ ഫോൺ കമ്പനി നൽകിയിരിക്കുന്ന ചാർജർ ഉപയോഗിക്കാതെ നിങ്ങൾ മറ്റേതെങ്കിലും ചാർജറുകൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ മൊബൈൽ ഫോൺ ചാർജിലിട്ടാൽ നിങ്ങളുടെ മൊബൈൽ ഫോൺ ഹീറ്റ് ആകാൻ കാരണമാകും. പക്ഷേ നിങ്ങളുടെ മൊബൈൽ ഫോൺ സ്റ്റോറേജ് ഇല്ലെങ്കിലും ഹീറ്റ് ആകാൻ കാരണമാകും എന്നുള്ളതാണ് നിങ്ങൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം. അതുപോലെ തന്നെ നമ്മുടെ മൊബൈൽ ഫോണിന്റെ സ്റ്റോറേജ് പ്രോബ്ലത്തിൽ, അതായത് നമ്മുടെ സ്റ്റോറേജ് ഫുൾ ആയി കഴിഞ്ഞാൽ വരുന്ന അടുത്ത പ്രോബ്ലം എന്ന് പറയുന്നത് നമ്മുടെ മൊബൈൽ ഫോണിന്റെ ബാറ്ററി ലീക്ക് വരുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ മൊബൈൽ ഫോൺ കൂടുതൽ സമയം പ്രവർത്തിക്കുകയും അതുപോലെ തന്നെ ഇത്തരത്തിൽ ലാഗ് വരികയും ഹാങ് വരികയും ഹീറ്റ് ആകുക ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ മൊബൈൽ ഫോണിന്റെ ബാറ്ററി ലീക്ക് വരാൻ കാരണമാകും. അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ മൊബൈൽ ഫോൺ എത്ര ഉപയോഗിക്കുമ്പോഴും പെട്ടെന്ന് ചാർജ് തീരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ ഒരു പ്രശ്നത്തിന് നിങ്ങളുടെ മൊബൈൽ ഫോണിന്റെ സ്റ്റോറേജ് പ്രധാനമായിട്ടും ഒരു കാരണമാണ്. ഈ കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മൾ മറ്റൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് നമ്മുടെ മൊബൈൽ ഫോണിൽ നമ്മൾ ഡൗൺലോഡിങ്ങും അപ്ലോഡിങ്ങും വളരെ സ്ലോ ആയിട്ട് വർക്ക് ചെയ്യും. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾ ഏതെങ്കിലും ഒരു യൂട്യൂബിൽ നിന്നോ മറ്റോ നിങ്ങൾ എന്തെങ്കിലും ഫയലുകൾ ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ മൊബൈലിലേക്ക് അത് ഡൗൺലോഡ് ആകില്ല എന്നുള്ളത് ഒരു പ്രധാന കാരണമാണ് ഇത്തരത്തിൽ മൊബൈൽ ഫോണിന്റെ സ്റ്റോറേജ് ഫ്രീ അല്ലെങ്കിൽ. അതുപോലെ തന്നെ അപ്ലോഡിങ്ങിന്റെ കാര്യത്തിലും നിങ്ങൾ ഏതെങ്കിലും പ്ലാറ്റ്ഫോമിലേക്ക് വീഡിയോ ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്ന സമയത്തും നിങ്ങൾക്ക് അത് പെട്ടെന്ന് അപ്ലോഡ് ആകാതെ ഇരിക്കുന്നതിന് കാരണമാകും. നിങ്ങളത് ഇന്റർനെറ്റിന്റെ പ്രോബ്ലം ആണെന്നൊക്കെ കരുതും, പക്ഷേ നിങ്ങളുടെ മൊബൈൽ ഫോണിന്റെ സ്റ്റോറേജ് ഇല്ലാത്തത് കാരണം നിങ്ങൾക്ക് ഇത്തരത്തിൽ നിങ്ങളുടെ അപ്ലോഡിങ്ങും ഡൗൺലോഡിങ്ങും പൂർത്തിയാക്കാൻ സാധിക്കില്ല എന്നുള്ളതും ഒരു പ്രധാന കാരണമാണ്. അടുത്തായിട്ട് നമ്മൾ പരിശോധിക്കുന്നത് നമ്മുടെ മൊബൈൽ ഫോൺ ഇപ്പോൾ പ്രത്യേകിച്ച് ഈ ഡൗൺലോഡിങ്ങിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ പ്ലേ സ്റ്റോറിൽ നിന്ന് നിങ്ങൾ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുമ്പോൾ പല സുഹൃത്തുക്കളും പറയുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് പ്ലേ സ്റ്റോറിൽ നമുക്ക് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നില്ല, പെൻഡിങ് എന്ന് കാണിക്കുന്നുണ്ട്. പ്രധാനമായിട്ടും അതിനൊരു കാരണം വരുന്നത് നമ്മുടെ മൊബൈൽ ഫോണിന്റെ സ്റ്റോറേജ് നേരത്തെ പറഞ്ഞ പോലെ ഒരു 10% നിങ്ങളുടെ മൊബൈൽ ഫോൺ സ്റ്റോറേജ് ഫ്രീ അല്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് നിങ്ങളുടെ മൊബൈൽ ഫോണിലേക്ക് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുമ്പോഴും ഇത്തരത്തിൽ പെൻഡിങ് കാണിക്കാൻ കാരണമാകുന്നത്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം ചില സുഹൃത്തുക്കളൊക്കെ പറയാറുണ്ട് മൊബൈൽ ഫോൺ ക്യാമറയിൽ എടുക്കുന്ന ഫോട്ടോകൾ ഗാലറിയിൽ കാണുന്നില്ല എന്നുള്ളത് ഒരു പ്രധാന കാരണം. നമ്മുടെ മൊബൈൽ ഫോണിന്റെ സ്റ്റോറേജ് ഫ്രീ അല്ലെങ്കിൽ
അതായത് നിങ്ങളുടെ മൊബൈൽ ഫോണിൻ്റെ സ്റ്റോറേജ് ഫുള്ളായി കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ എടുക്കുന്ന ഫോട്ടോ, ക്യാമറയിൽ എടുക്കുന്ന ഫോട്ടോ ചിലപ്പോൾ നിങ്ങളുടെ ക്യാമറ ഭാഗത്ത് കാണാൻ സാധിക്കുമെങ്കിലും നിങ്ങളുടെ ഗാലറിയിലേക്ക് വരുന്ന സമയത്ത് ആ ഫോട്ടോ അവിടെ കാണാൻ സാധിക്കില്ല. അത് നിങ്ങളുടെ മൊബൈൽ ഫോണിൻ്റെ സ്റ്റോറേജ് ഫ്രീ ആകാത്തതിനുള്ള ഒരു പ്രധാന കാരണമാണ് അത്തരത്തിൽ സംഭവിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ക്യാമറയിൽ നിന്ന് ഫോട്ടോ എടുക്കുന്ന പോലെ തന്നെയാണ് നമ്മൾ സ്ക്രീൻഷോട്ട് എടുക്കുന്ന ഫോട്ടോകളും നമ്മുടെ ഗാലറിയിൽ കാണില്ല എന്നുള്ളത്. നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ സ്റ്റോറേജ് ഫുൾ ആയതുകൊണ്ടാണ് ഇത്തരത്തിൽ സംഭവിക്കുന്നത്. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങളുടെ മൊബൈൽ ഫോണിൽ നേരത്തെ പറഞ്ഞ പോലെ ഒരു 10% നിങ്ങൾ നിങ്ങളുടെ സ്റ്റോറേജ് ഫ്രീ ആക്കിയിടണം എല്ലാ സമയത്തും. എന്നാൽ നിങ്ങളുടെ മൊബൈൽ ഫോൺ കൂടുതൽ സുഗമമായി പ്രവർത്തിക്കുന്നതിന് വേണ്ടിയും ഇത്തരത്തിൽ പറഞ്ഞ പോലെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ മൊബൈൽ ഫോണിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതെല്ലാം നമുക്ക് നിങ്ങളുടെ മൊബൈൽ ഫോണിന്റെ സ്റ്റോറേജിന് ഒരു പ്രധാന പങ്കുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോയുടെ അഭിപ്രായങ്ങൾ വീഡിയോക്ക് താഴെ കമന്റായി രേഖപ്പെടുത്താം. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.